ഹലോ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഒരു കപ്പ് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മുറ്റൊന്ന് അടിച്ചു വാരിയിടണം. പിന്നെ ഇതാ സിറ്റ് ഔട്ടും കൂടെ ക്ലീൻ ആക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇതാ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കലും മുറ്റടിക്കലും കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു വലിയ ജോലി കഴിഞ്ഞൊരു ഫീലാണ്. ഇതൊരു സൺഡേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകും വേണം. അപ്പോൾ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കണം. ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇതാ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വെക്കണം. അപ്പോൾ ഈ ഒരു ടീ പോട്ടാണ് കേട്ടോ ഞാൻ കൈൽ ക്രോക്കറിയിൽ നിന്ന് വാങ്ങിയത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കുക, എല്ലാവർക്കും യൂസ്ഫുള്ളാവും. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. ഇതാ ചായക്കുള്ള പഞ്ചസാരയും പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചായക്ക് റെഡിയായി. ഇനി ദോശ ചുട്ടെടുക്കണം. അപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്നും ദോശയാണോന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കേട്ടോ ദോശ. ഇനി ഡെയിലി ഉണ്ടാക്കിയാലും ആർക്കും പ്രശ്നമൊന്നുമില്ല, ഒരു പരാതി ഇല്ലാതെ കഴിച്ചോളും. അപ്പോൾ അധികം ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ദോശയ്ക്ക് സൈഡായിട്ട് എഗ്ഗ് കറി റെഡിയാക്കണം. ഇതാ ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒരു സവാള ചേർക്കാം. ഇതാ സവാള വഴറ്റിയെടുക്കാം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നാൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതാ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു തക്കാളിയും കൂടെ ചേർക്കാം. ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതായി ഒരു സെയിം പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇതാ എഗ്ഗ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി റെഡിയായി. ഇനി ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതാ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാനും മോനും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വൈറ്റ് ക്രോക്കറിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട്. ഞാൻ ഹൗസ് വാമിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗ്ലാസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടൊന്നും കിട്ടില്ല. പിന്നെ അതാ ഈ ഒരു കാസറോളാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പിന്നെ അതാ അതെല്ലാം ഒന്ന് റാപ്പൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.